ഓട്ടിച്ച കൊച്ച് വലത് സൈഡോട്ട് വീണ്, എൻ്റെ മോള് ഇടത് സൈഡിനോട്ടാണ് വീണത്. തുടയിന്നും വയറിനും ഒക്കെ മാംസം വെട്ടി കയ്യിൽ വെച്ചാണ്. നമസ്കാരം, ഇത് ചിറയൻകീഴ് വലിയകടയാണ്. എല്ലാ ദിവസവും ആക്സിഡന്റ് വാർത്തകൾ ചെയ്യുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞങ്ങൾ. കാരണം ഇന്നലെയും കഴിഞ്ഞ ആഴ്ച തന്നെ 1-2 വാർത്തകൾ ചെയ്തായിരുന്നു. ഇന്നലെയും ചെയ്തു. ഇന്നലെയും ഒരു ലേഡിയുടെ കാലിൽ കൂടി വണ്ടി കയറി ഇറങ്ങിയ വാർത്ത ചെയ്തു. ഇന്നും അതുപോലെ തന്നെ അവസ്ഥയാണ്. ഇന്നലെ രാവിലെ വെളുപ്പിനെ ഒരു 6:30 മണിയോട് കൂടി ഇതുവഴി എത്തിയ ഒരു സ്കൂട്ടറിന്റെ മേൽ KSRTC ബസ് കയറി ഇറങ്ങുകയായിരുന്നു. രാവിലെ 8 മണിയായി. ഇവിടെ ഇല്ല, പറഞ്ഞു കേട്ടതേ ഉള്ളൂ, ഞാൻ കണ്ടില്ല. എത്ര പേരുണ്ടായിരുന്നു? അതിന് 2 പേരുണ്ടായിരുന്നെന്ന് പറയുന്നു. ഇവിടെ വന്ന ഈ ചോരപ്പാടൊക്കെ കണ്ടതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും കണ്ടില്ല. സ്കൂട്ടർ ഒരു പുള്ളി പറയുന്നു ഇവിടെ നിന്നാണ് വന്നതെന്ന് പറയാം. ഞാൻ കാണാത്തതിന് ഈ ബസ് ഇങ്ങനെ എങ്ങനെ ഈ സൈഡിൽ നിന്ന് എവിടെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് അന്വേഷിച്ചതൊന്നുമില്ല. രാവിലെ 6 മണിക്കാൻ കണ്ടാണ് വരണത്. അപ്പം ഞങ്ങളിവിടെ വരണത് 7:45, 8 മണിക്കകത്ത് വെച്ച് തുറക്കും. അതിനായിട്ട് അതും അപ്പോഴും ഞാൻ ശ്രദ്ധിക്കണില്ല. ഇദ്ദേഹം വന്നാണ് ഈ സംഭവം പറയുന്നത്. ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ചെന്നപ്പോൾ 2 പേരുണ്ടായിരുന്നു. ആരെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വീട്ടിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ ന്യൂസ് കണ്ടാണ് അറിഞ്ഞത് ഈ കൊച്ചാണെന്നുള്ള കാര്യം. എനിക്കറിയത്തില്ല, ഒരു കാര്യങ്ങളും അറിഞ്ഞുകൂടാ. ഇവിടെ നിന്ന് ഞാൻ ചെന്നിങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഫോണിലൊക്കെ വന്നെന്ന് പറഞ്ഞ ആളുകൾ പറയുന്നത് ഈ കൊച്ചാണ്, ഇന്ന ആളുടെ മോളാണെന്ന് പറഞ്ഞു. ബാക്കി ഒരു ഡീറ്റെയിൽസും എനിക്കറിയില്ല. എന്താ സംഭവിച്ചത്? എന്താ മോളെ ഇവിടെ സ്കൂളിൽ അവളെ നാത്തൂൻ്റെ അപ്പേരെ മോളെ കൂടെ വന്നതാണ്. അപ്പൊ കൊച്ചിങ്ങനെ വന്നപ്പോഴത്തേക്ക് വണ്ടി തട്ടിയെന്ന് പറഞ്ഞു. ഇങ്ങനെ വന്ന്, പക്ഷെ ബസ് റോങ് ആയിട്ട് വലത് സൈഡാണ് കയറിയത്. അപ്പൊ മോള് മറ്റേ ഓട്ടിച്ച കൊച്ച് വലത് സൈഡോട്ട് വീണ്, എൻ്റെ മോള് ഇടത് സൈഡിനോട്ടാണ് വീണത്. അപ്പൊ വീണപ്പോ ബസ്സിന്റെ അടിയിലാണ് അവളായത്. ടയർ കയറി, കൈ കൂടെ കയറി. ഇപ്പൊ ഇന്നലെ 10 മണിക്കൂർ നീണ്ട സർജറി അവർക്ക് ചെയ്ത് ഇപ്പൊ ICUലാണ് മോള്, മെഡിക്കൽ കോളേജിൽ. അപ്പൊ ഇതുവരെയും ബോധം ഇന്നലെ വീണ് വേദന കൊണ്ട് കൊച്ച് തറയിൽ തൊടുന്നില്ല. അവള് ഇടത് കയ്യിൽ കയറി. പക്ഷെ ഇന്നിപ്പോ ആയപ്പോ അവക്ക് കാലിന്റെ തുടയിന്നും വയറിനും ഒക്കെ മാംസം വെട്ടി കയ്യിൽ വെച്ചാണ് സർജറി ചെയ്തത്. അപ്പൊ അവക്ക് വേദന കൊണ്ട് പറ്റുന്നില്ല. കൊച്ച് ഭയങ്കര വിളിയായിട്ട്, അമ്മയില്ല അവക്ക്, അച്ഛൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഏട്ടൻ്റെ കയ്യിലും പൈസ ഇല്ലാതെ അവിടെ നിന്ന് ആളാകെ കൊണ്ട് സങ്കടപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെയും ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല. കൊച്ച് ഇപ്പം തന്നെ കിടന്നപ്പോൾ തന്നെ ഇപ്പോൾ ഒരു 10-50 രൂപ കൂടുതൽ ഇപ്പം അവിടെ സർജറിക്ക് തന്നെ ആയിക്കഴിഞ്ഞു. അപ്പം ഇന്നിപ്പോൾ ICUലാണ് മോള്. എന്തരാണെന്ന് അറിയാൻ വയ്യ. ഇനി അതിന് 3 മാസത്തേക്ക് റിസ്ക് ആയിട്ടൊരു ടെസ്റ്റിംഗ് ആയിട്ടാണ് സർജറി ചെയ്തിരിക്കുന്നത്. ഇൻഫെക്ഷൻ എന്തെങ്കിലും ആവേണേ കൈ മുറിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈ മുറിക്കാതെ ഇന്നലെ അവരൊരു ടെസ്റ്റിംഗ് ആയിട്ട് മാംസം വെച്ചുള്ള സർജറി ചെയ്തതാണ്. പെയിനെല്ലാം കട്ടായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ ഇനി ഏട്ടനെ അറിയാവുള്ളൂ. ഏതായാലും കുട്ടിയുടെ നില അല്പം സീരിയസ് ആണ്. ഏതായാലും ചില പരീക്ഷണങ്ങളൊക്കെ ഡോക്ടർമാർ നടത്തുന്നുണ്ട്, മാംസമൊക്കെ വച്ചുപിടിപ്പിക്കുന്നുണ്ട്. ആ കുട്ടി എത്രയും പെട്ടെന്ന് സ്വയം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത്തുമാല.